Namaste children. So today let us start with our new chapter, that is multiplication. Okay. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ പുതിയ ടോപ്പിക്കാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ഏകദേശം അഡീഷൻ മാതിരി തന്നെയാണ്. ഉദാഹരണം 2-3 നമ്പേഴ്സ് എന്നാൽ അത് കൗണ്ട് ചെയ്യില്ലേ, ആഡ് ചെയ്യില്ലേ, അതിൻ്റെ വേറൊരു ഫോമാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യുക. ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഇത് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാനില്ലേ, റിങ്സ് കാണാനില്ലേ, ഇവിടെ എത്ര റിംഗ് ഉണ്ട്, 2 റിങ്സ്. ഇവിടെ എത്ര റിംഗ് ഉണ്ട്, 2 റിങ്സ്. ഹിയർ 2, ഹിയർ 2 ആൻഡ് ഹിയർ 2. അപ്പോൾ എത്ര റിങ്സ് ഉണ്ട്, 2 റിങ്സ് ഉണ്ട്. ഇവിടെ എല്ലാത്തിലും 2 2 2 2 2 2 റിങ്സ് ഉണ്ട്. ഇനി ഇത് നിങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കൗണ്ട് ചെയ്യുക, എത്ര 2 ഉണ്ട്, 1 2 3 4 5. എത്ര ഉണ്ട്, 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. അപ്പൊ നിങ്ങൾ ഇവിടെ എങ്ങനെ എഴുതാ, ഹൗ ഡു റൈറ്റ്, 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. എത്ര, കാരണം 5 ഉണ്ടല്ലോ. ഇവിടെ എത്ര 2s നോക്ക്, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ എത്ര പ്രാവശ്യം 2 എഴുതിയത്, 5. അപ്പൊ ഇങ്ങനെ എത്ര റിംഗ് ഉണ്ട് കണക്കൂട്ടാൻ എന്താ ചെയ്യാ, 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയില്ലോ, 2 പ്ലസ് 2 എത്രയാണ്, 4. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോ എത്ര കിട്ടിയത്, 4. 4 പ്ലസ് 2, 4 മനസ്സിലേക്ക് കയ്യിൽ 2 കൊടുക്കാം. 4 കഴിഞ്ഞാൽ 5 6. അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്തപ്പോ 6 കിട്ടി. ഇനി 6 പ്ലസ് 2, 6 മനസ്സിലേക്ക് കയ്യിൽ 2 എടുത്തു. 6 കഴിഞ്ഞാൽ 7 8. അപ്പൊ ഇത് 4 കൂടി ആഡ് ചെയ്തപ്പോ 8 കിട്ടി. ഇനി ഒരു 2 കൂടി ഉണ്ട്, അത് കയ്യിലെടുക്കാം. അപ്പൊ 8 പ്ലസ് 2 8 9 10. അപ്പൊ എത്ര ആൻസർ കിട്ടിയത്, 10. ഓക്കെ, അപ്പൊ ഇതില് എത്ര കിട്ടിയത്, 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പറഞ്ഞാൽ എന്താ കിട്ടിയത്, 10. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ എണ്ണി നോക്കാം എത്ര ഉണ്ട്. ജസ്റ്റ് നോക്ക്, 1 2 3 4 5 6 7 8 9 10. So how many rings are there? Total 10 rings are there. Okay. ഇനി ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഗ്രൂപ്പ് ആക്കാനാണ് ചെയ്തിരിക്കുന്നത്. സോറി, ഗ്രൂപ്പ് ആക്കാ ചെയ്തത്. ഇതില് എത്ര ഗ്രൂപ്പ്സ് ആണുള്ളത്, 1 2 3 4 5. അപ്പൊ എത്ര ഗ്രൂപ്പ്സ് ഉള്ളത്, 5 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോരോ ഗ്രൂപ്പിൽ എത്ര റിങ്സ് ഉള്ളത്, 2 2 2 2 2. അപ്പൊ 5 ഗ്രൂപ്പ് ഉണ്ട്. ഈ 5 ഗ്രൂപ്പിലും ഓരോരോ ഗ്രൂപ്പിൽ എത്ര ഉണ്ട്, 2 ആണുള്ളത്, 2 ഉള്ളത്. ഇതിന് ഈ ഇങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്തതിന്റെ ശേഷം ഇതിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല എഴുതാം. അതാണ് ഇതെന്താണ്, ഈ 2 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, അതാണ് 5 ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ എന്താ പറയാ, 5 ഗ്രൂപ്പ് പറഞ്ഞ 5. 5 ഗ്രൂപ്പ് പറഞ്ഞ എത്ര, 5. ഓരോരോ ഗ്രൂപ്പിൽ എത്ര നമ്പർ ആണുള്ളത്, 2 ആണുള്ളത്. ഓക്കെ, അതാണ് ഈ 2 എത്ര പ്രാവശ്യമാണ് ഇവിടെ ആവർത്തിച്ചേർക്കുന്നത്, 5 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. 1 2 3 4 5. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയാ, 5 ടൈംസ് 2. 5 ടൈംസ് 2. അതാണ് 2 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നത്, 5 ടൈം. 5 പ്രാവശ്യം 2 ആവർത്തിച്ചപ്പോ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്, 10 ആണ് കിട്ടിയത്. ഇതിന് നമ്മള് ഈ ടൈംസ് നമ്മൾ എന്താ ചെയ്യാ, ഇതിന് വേറെ ഒരു, ഇപ്പൊ നമ്മൾ പ്ലസിനൊക്കെ ഈ ഇങ്ങനത്തെ ചിഹ്നല്ലിടാ, ഇതിന്റെ പകരം ഇവിടെ എന്താ 5 ഇങ്ങനെ ക്രോസ് ആയിട്ടിടും. ഓക്കെ, റോങ്ങിന്റെ സൈൻ ഇടാം, അല്ലെങ്കിൽ എക്സിന്റെ സൈൻ ഇടില്ലേ, എക്സിന്റെ ഇങ്ങനെ ഇൻറ്റു 2. ഇതിന് പറയുന്നതാണ് മൾട്ടിപ്ലൈ. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇടുന്ന പറയുന്നതാണ് മൾട്ടിപ്ലൈ. മൾട്ടിപ്ലൈ. അപ്പൊ 5 മൾട്ടിപ്ലൈഡ് ബൈ 2 വരുമ്പോ എന്താ വരാ, 10. ഇപ്പൊ ഇതൊക്കെ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്, ആദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ഒരേ നമ്പർ ആവർത്തിച്ചുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഈ 2 5 പ്രാവശ്യം ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കൂടുതൽ വേണ്ടേ. അതേമാതിരി ഇപ്പൊ 2 10 പ്രാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടേ, 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 10 പ്രാവശ്യം ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അതിന്റെ പകരം എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം, അതിന്റെ പകരം നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. ആ ടേബിൾ പഠിച്ചാൽ ഇങ്ങനെ കൈകൊണ്ട് കൂട്ടേണ്ട ആവശ്യമില്ല, 2 പ്ലസ് 2 പ്ലസ് 2 അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങോട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്താം. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ്, 1 ടൈംസ് 2 എത്രയാണ്, 2 ടൈംസ് 2 എത്രയാണ്, അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. ഇപ്പൊ അതേമാതിരി ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ്, ഇത് റിങ് ഇപ്പൊ ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോ 3 ഗ്രൂപ്പ്സ് ഉണ്ട്.
ഓരോരോ ഗ്രൂപ്പിൽ എത്ര എണ്ണ ഉള്ളത്? 2 എണ്ണ ഉള്ളത്. അപ്പൊ ഇത് എങ്ങനെ എഴുതാ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാ? ശരിക്കും ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാ? 3 പ്രാവശ്യം അല്ലേ? 2 + 2 + 2 എത്രയാ? അപ്പൊ 2 + 2 + 2 എത്രയാ? 1 2 3 4 5 6 6. അപ്പൊ എത്ര കിട്ടിയത്? 6. ഇത് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാ? 2 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നത്? 3 പ്രാവശ്യം ആവർത്തിക്കുന്നത്. അപ്പൊ 3 × 2. 3 × 2 എത്രയാണ്? 6. ഇതൊക്കെ 2ന്റെ ടേബിൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടും. ടീച്ചർ ഇത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം എങ്ങനെയാണ് 2ന്റെ ടേബിൾ പഠിക്കുക. ഓക്കെ, ഇനി അതേമാതിരി വേറൊരു എക്സാമ്പിൾ ഇപ്പൊ ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിന്റെ പകരം ടീച്ചർ ബീഡ്സ് വെക്കാണ്. സപ്പോസ് ഇവിടെ എത്ര ബീഡ്സ് ആണ്? 3 ബീഡ്സ്. ഇത് വേണ്ട, ഈ കളർ വേണ്ട. സോ ഹിയർ 3 ഒരു ഇത് ഗ്രൂപ്പ് 3. So now just see how many groups are there. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 1 2 3 4. How many groups are there? 4 groups are there. Okay. ഈ ഓരോരോ ഗ്രൂപ്പിൽ എത്ര ബീഡ്സ് ഉള്ളത്? 3 ബീഡ്സ്. ഇതില് 3 ബീഡ്സ്, ഇതില് 3 ബീഡ്സ്, ഇതില് 3 ബീഡ്സ്, ഇതില് 3 ബീഡ്സ്. അപ്പൊ ഇത് വരുമ്പോ നമ്മൾ എങ്ങനെ എഴുതാ? 3 + 3 + 3 + 3 + 3. കാരണം ഇത് നോക്ക എത്രയാണ് വരുന്നത്? 3 3 3 3. അപ്പൊ ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട് നോക്കാൻ എന്താ ചെയ്യണ്ടേ? ഇത് ആഡ് ചെയ്യാ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ എത്ര കിട്ടാ? 3 ഇത് എത്ര വരാ? 12. അല്ലെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യേണ്ടി വരും. അതിന് 3 + 3 3 മനസ്സിലേക്ക് കയ്യിൽ 3 എടുക്കുക. 3 + 3 എത്ര വരാ? 6. അപ്പൊ 2 ആഡ് ചെയ്തപ്പോ 2 ആഡ് ചെയ്തപ്പോ 6 കിട്ടി. ഇനി 6 മനസ്സിലേക്ക് അടുത്ത 3 കയ്യിൽ എടുക്കുക. 6 കഴിഞ്ഞാൽ 7 8 9. അപ്പൊ ഇത് 9 കിട്ടി. ഇനി 9 മനസ്സിലേക്ക് അടുത്ത 3 എടുക്കുക. 10 11 12. അപ്പൊ എത്രയായി? 12. പക്ഷെ ഇതന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഫോർമുല എഴുതാം. അതെങ്ങനെ എഴുതാ? ഈ 3 എത്ര പ്രാവശ്യമാണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്? 4 ടൈംസ് അല്ലേ? അപ്പൊ 4 ടൈംസ് ഏത് നമ്പറാണ് റിപ്പീറ്റ് ആവുന്നത്? 3 അല്ലേ? 4 × 3 = 12. പക്ഷെ ചിഹ്നം ഇടുമ്പോ എങ്ങനെ എഴുതാ? 4 ടൈംസിന്റെ പകരം എന്താ എഴുതാ? × 3 = 12. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞ മാതിരി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ എന്താണ്? ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പോ എപ്പോഴും റിപ്പീറ്റഡ് അഡീഷൻ പറഞ്ഞ എന്താ? ഇത് ഏത് നമ്പറാണ് നമ്മൾ ആവർത്തിച്ചുകൊണ്ട് ആഡ് ചെയ്യുന്നത്? 3 3 3 3. അപ്പൊ 3 + 3 + 3 + 3. അതാണ് ഒരു ഗ്രൂപ്പിൽ സെയിം നമ്പർ ആണെങ്കിൽ. ഇപ്പൊ ഇവിടെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 4 ഗ്രൂപ്പ്സ് ഇല്ലേ? ഈ 4 ഗ്രൂപ്പ്സിലും സെയിം നമ്പർ ആണെങ്കിൽ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യില്ലേ? അങ്ങനത്തെ അഡീഷൻ മാത്രമാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 1 3 ഉണ്ട്, 1 4 ഉണ്ട്, 1 5 ഉണ്ട്. ഇതില് നമുക്കിതാ ഇതില് 2, ഇതില് 4, ഇതില് 5. ഇങ്ങനത്തേലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? 3 ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ 3 ഗ്രൂപ്പിലും ഒരേ നമ്പർ ആണോ? അല്ലല്ലോ, വേറെ വേറെ നമ്പർ അല്ല. ഇതിലാകെ 2 ബീഡ്സ് അല്ലോ, ഇതിലാകെ 4 ബീഡ്സ് അല്ലോ, ഇതിലാകെ 5 ബീഡ്സ് അല്ലോ. ഇതിന് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യണമെങ്കിൽ എല്ലാത്തിലും എങ്ങനെ വേണം? സെയിം ബീഡ്സ് വേണം. ഇപ്പൊ നോക്ക്, 3 ഇവിടെയും 3 ഇവിടെയും 3 ഇവിടെയും 3. അപ്പൊ എന്താ? എല്ലാത്തിലും ഒരേ നമ്പർ 4 ഗ്രൂപ്പ് ഉണ്ട്. 4 ഗ്രൂപ്പിലും എത്രയാണ്? 3 ബീഡ്സ് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ എങ്ങനെയാ വേണ്ടത്? എല്ലാ ഗ്രൂപ്പിലും സെയിം നമ്പർ വേണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതാണ് 3 + 3 + 3 + 3. അതാണ് ഒരേ നമ്പർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി ടെൽ ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ കോമൺ ആയിട്ട് ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞ ഇംഗ്ലീഷിൽ എന്താ പറയാ? റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റഡ്. അപ്പൊ എന്താ പറയാ? ഈ റിപ്പീറ്റഡ് അഡീഷൻ പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ എന്താണ്? റിപ്പീറ്റഡ് അഡീഷൻ. കാരണം റിപ്പീറ്റിന്റെ അർത്ഥം എന്താണ്? ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ റിപ്പീറ്റഡ് അഡീഷൻ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം എന്താണ്? എക്സ് മാതിരി ഇടാം. ഓക്കെ, നൗ ലെറ്റ് us learn
മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2. ഓക്കെ, 2 എങ്ങനെയാണ് ആഡ് ടു സി. ഇപ്പൊ ഇത് 2 ഇതിൽ ഇപ്പൊ ആകെ ഒരു ഗ്രൂപ്പ് മാത്രമല്ലോ. ആകെ എത്ര ഗ്രൂപ്പാണല്ലോ? ഒരു ഗ്രൂപ്പ് മാത്രമല്ലോ. അപ്പൊ എത്ര ടൈംസ് ആണ്? ഒരു പ്രാവശ്യം മാത്രം. അപ്പൊ ഹൗ ഡു വി റൈറ്റ്? 1 times 2. അപ്പൊ 1 times 2. അതിനെങ്ങനെ എഴുതാ? 1 into 2. അതാണ് ഇൻറ്റും പറയും. നമ്മൾ പറയുമ്പോൾ ഇൻറ്റു പറയും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ 1 multiplied by 2. എത്ര ബീറ്റ്സ് ഉണ്ട് ഇവിടെ? 2 beats. So 1 multiplied by 2 എത്രയാണ്? 2. ഇനി വേറെ ഒന്നും കൂടി ഉണ്ടാക്കാം. ഇവിടെ ഇപ്പൊ എത്ര ഗ്രൂപ്പായി? ഇപ്പൊ എത്ര എണ്ണായി? ഇവിടെ ടോട്ടൽ എത്രയാണ്? 2 ഗ്രൂപ്പായി. ഓക്കെ, അപ്പൊ എത്ര പ്രാവശ്യമാണ്? 2 ഗ്രൂപ്പ് ഉണ്ട്. ഓരോരോ ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനെന്താ പറയാ? 2 times 2. അപ്പൊ ഇതെന്താ പറയാ? 2 times 2. അപ്പൊ എങ്ങനെ എഴുതാ? 2 മൾട്ടിപ്ലൈന്റെ ചിഹ്നം ഇൻറ്റു 2 ഈക്വൽ ടു എത്ര ഉണ്ട് ടോട്ടൽ നോക്ക്? 1 2 3 4. അപ്പൊ എത്ര വരാ? ടോട്ടൽ ബീറ്റ്സ് എത്ര വരാ? 4. അപ്പൊ 2 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്താ വരാ? 4. ഇനി അടുത്തത് ഇപ്പൊ എത്ര ഉണ്ട്? എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2 3. 3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 3 ഗ്രൂപ്പ് ഉണ്ട്. ഓരോരോ ഗ്രൂപ്പിൽ എത്ര ബീറ്റ്സ് ഉള്ളത്? 2 ബീറ്റ്സ് അല്ലേ? സോ ഹൗ വി റൈറ്റ് ഡൗൺ? 3 times 2. എത്ര പ്രാവശ്യമാണ്? 3 ഗ്രൂപ്പ് അല്ലേ? 1 ഒരു ഗ്രൂപ്പ്, ഇത് വേറെ ഒരു ഗ്രൂപ്പ്, ഇത് വേറെ ഒരു ഗ്രൂപ്പ്. അപ്പൊ എത്ര ഗ്രൂപ്പായി? 3 ഗ്രൂപ്പ്സ് ആയി. അപ്പൊ എങ്ങനെ എഴുതാ? 3 ഗ്രൂപ്പ് അല്ലേ? അപ്പൊ എത്ര പ്രാവശ്യമാണ് 2 വരണ? അവിടെ 3 പ്രാവശ്യം വരുന്നുണ്ട്. സോ 3 times 2. അപ്പൊ എങ്ങനെ എഴുതാ? 3 into 2. 3 into 2 എത്ര വരാ? നമുക്കിത് ആഡ് ചെയ്യാം. എത്രയാ? 1 2 3 4 5 6. ഇപ്പൊ എത്ര വന്നത്? 6. അതേമാതിരി ഇപ്പൊ ഒന്നും കൂടി ഞാൻ എടുത്തു. ഇപ്പൊ എത്ര ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്? ശ്രദ്ധിക്കുക. എത്ര ഗ്രൂപ്പ്? ഇത് കാണാണ്ടാവും. ഇത് വയ്ക്കാം. എത്ര ഗ്രൂപ്പാ ഉള്ളത്? എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4. അപ്പൊ എത്ര ഗ്രൂപ്പാണുള്ളത്? 4 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എത്ര ബീറ്റ്സ് ഉള്ളത്? 2. ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2. അപ്പൊ എങ്ങനെ എഴുതാ? 4 ഗ്രൂപ്പ്സ് അല്ലേ? അപ്പൊ 2 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഇവിടെ? 4 times. അപ്പൊ 4 times 2. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാ? 4 times 2. അപ്പൊ എങ്ങനെ എഴുതാ? 4 multiplied by 2. എത്രയാണ് ടോട്ടൽ നോക്കാം. 4 പ്രാവശ്യം ചെയ്യാനെങ്കിൽ അതാണ് 2 എത്ര പ്രാവശ്യം? 2 plus 2 plus 2 plus 2. അതാണ് ഈ 2 plus 2 plus 2 plus 2 പറഞ്ഞ എന്താ? 4 into 2. അതിന് ആൻസർ എന്താ കിട്ടാ? ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. അപ്പൊ എത്രയാണ് വരാ? ഇവിടെ 8. അതേമാതിരി ഇനി അടുത്തത് ഇതിപ്പോ 4 ഗ്രൂപ്പ്സ് അല്ലേ? 5 ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. എത്ര ഗ്രൂപ്പ്സ് ആയി? 5 ഗ്രൂപ്പ്സ് ആയി. അപ്പൊ ഇതിനെന്താ പറയാ? 5 times 2. So we will write here as 5 times 2. എങ്ങനെ എഴുതാ? 5 multiplied by 2. എത്രയാണ് ആഡ് ചെയ്താ നോക്കാം. 1 2 3 4 5 6 7 8 9 10. So how much it is? 10. ഇവിടെ എന്താ പറയാ? 5 times 2 പറഞ്ഞ എന്താണ് ആൻസർ? 10. ഇനി അടുത്തത് ഇനിയിപ്പോ 5 പ്രാവശ്യമായി. ഇനി 6 ഗ്രൂപ്പ്. 5 ഗ്രൂപ്പ്സ് ആയി. ഇനി എത്ര ഗ്രൂപ്പ്സ് ആണ് ഇവിടെ? 6 ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ 6 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് 1 2 3 4 5 6 ഗ്രൂപ്പ്സ് ആയി. ഇനി 6 ഗ്രൂപ്പ്സിന് എങ്ങനെയാ നമ്മൾ എഴുതാ? 6 times 2. അപ്പോ how do we write here? 6 times 2. അപ്പൊ എന്താ എഴുതാ? 6 into 2. എത്രയാണ് വരാ? ഒന്ന് എണ്ണി നോക്കാം. എത്രയാ? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ എത്ര വരാ? 12. Okay, so you will get here 12. ഇനി അടുത്തത് 7 times.
ഇപ്പൊ എത്ര ഗ്രൂപ്പായി ജസ്റ്റ് ശ്രദ്ധിക്കുക. എത്ര ഗ്രൂപ്പാണ് ഇവിടെ? ഇതൊരു ഗ്രൂപ്പ് 1 2 3 4 5 6 7. ടോട്ടൽ എത്ര ഗ്രൂപ്പ്സ് ആണ്? 7 ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാ? 7 times 2. 7 times 2. പ്രൊഡക്റ്റ് ഫോർമുല എങ്ങനെ എഴുതാ? 7 multiplied by 2 equal to എത്രയാണ് എണ്ണി നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പൊ എത്ര എന്നുള്ളത്? 14. So how much there is? 14. So here it will be 14. ഇനി അടുത്തത്, ഇനി നമുക്ക് ഒരു ഗ്രൂപ്പും കൂടി കൂട്ടാം. എത്ര ഗ്രൂപ്പായി? How many groups are there? 8 groups are there. First group, second group, third group, fourth group, fifth group, sixth group, seventh group, eighth group. So how many groups are there? 8 groups are there. So how എത്ര പ്രാവശ്യം 2 ആവർത്തിക്കുന്നുണ്ട് ഇവിടെ? 2 plus 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 2. അപ്പൊ എത്ര പ്രാവശ്യം 2 ആവർത്തിക്കുന്നുണ്ട് അവിടെ? 8 times 2 അവിടെ ആവർത്തിക്കുന്നുണ്ട്. എത്ര ടൈംസ് ആണ്? 8 times. അപ്പൊ how we write it? 8 times 2. So 8 times 2. അപ്പൊ എങ്ങനെ എഴുതാ? 8 into 2. എത്രയാണ്? ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പൊ എത്ര വരാ? 16. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രാവശ്യം കൂടി ഒരു ഗ്രൂപ്പും കൂടി നമുക്ക് കൂട്ടാം. ഇപ്പൊ എത്ര ഗ്രൂപ്പായി? How much just see here? ഇത് ഒരു ഗ്രൂപ്പ് 1 2 3 4 5 6 7 8 9. So how many groups are there? 9 groups are there. Each ഗ്രൂപ്പിൽ എത്ര ബീഡ്സ് ഉണ്ട്? 2 ബീഡ്സ് ഉണ്ട്. How much it will be? അപ്പോ 9 times 2. അപ്പോ 9 times 2. അപ്പൊ എത്ര വരാ? 9 multiplied by 2. ആഡ് ചെയ്യുമ്പോ എത്രയാണ് വരാ ഒന്ന് നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. How much it is? 18. എത്ര എണ്ണുള്ളത് ഇപ്പൊ ഇവിടെ? 18 beads ഉണ്ട്. So here it will be 18. ഇനി ഒന്നും കൂടി കൂട്ടി. ഇവിടെ ഒരു ബീഡ്, ശ്രദ്ധിക്കുക ഇവിടെ എത്ര എണ്ണം ഉണ്ട്? So how many groups are there? Just see here. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എത്ര ഗ്രൂപ്പ്സ് ആണ്? 10 ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ ഓരോരോ ഗ്രൂപ്പിൽ എത്ര ബീഡ്സ് ഉള്ളത്? 2 ബീഡ്സ്. അപ്പൊ എങ്ങനെ പറയാ? 10 times 2. So 10 times 2. അപ്പൊ എങ്ങനെ എഴുതാ? 10 multiplied by 2. എങ്ങനെയാണ് ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പൊ എത്ര ബീഡ്സ് ആണ്? 20. ടോട്ടൽ എത്രയാണ്? 20. ഇതുവരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 2ന്റെ ടേബിൾ 10 ടൈംസ് വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ചോദിക്കാണ്, ഇവിടെ ജസ്റ്റ് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഒരാൾ ചോദിച്ചു ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 6 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ 2 plus 2 plus 2 plus 2 plus 2 plus 2 ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? കൈകൊണ്ട് 2 2 കൈകൊണ്ട് 2 പിന്നെയും 2 ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അതിന്റെ പകരം നമ്മൾ എന്താ ചെയ്യണ്ടേ? എത്ര പ്രാവശ്യമാണ് 2 ആവർത്തിക്കുന്നത്? 6 പ്രാവശ്യം അല്ലേ? അപ്പൊ ജസ്റ്റ് ആലോചിക്കുക, 6 times 2 എത്രയാണ്? അപ്പൊ നിങ്ങൾ ടേബിൾ പഠിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്ന് നല്ല എളുപ്പമാണ്. 6 times 2 പറഞ്ഞ എത്രയാണ്? 12. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കൈകൊണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്രയാണ്? 12. ഇതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഈസി ആവാ 2ന്റെ ടേബിൾ. പക്ഷെ ഇത് പറയുമ്പോ എങ്ങനെയാണ് ചൊല്ലി പഠിക്കേണ്ടത് ടീച്ചർ പറഞ്ഞുതരാം. 1 times 2 അങ്ങനെയല്ല പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എങ്ങനെ എഴുതാ? 1 ജസ്റ്റ് ശ്രദ്ധിക്കുക. എല്ലാവരും എങ്ങനെയാണ് വായിച്ച് പഠിക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇതിന് 1 times 2 is 2. ഒരു പ്രാവശ്യം. ഓക്കെ, 1 times 2 is 2. അല്ലെങ്കിൽ 1 times ഏറ്റവും ഈസി എന്താണ്? 1 2 is 2. 2 2s are 4. 3 2s are 6.
4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. ഈ ടൈംസിൽ ഇത് പഠിക്കേണ്ട, ടീച്ചർ ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി ടൈംസ് പറഞ്ഞതാ. പക്ഷെ ചൊല്ലുമ്പോ എങ്ങനെയാ പറയണ്ടേ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യില്ലേ, ഇങ്ങനെ എപ്പോഴും പറഞ്ഞാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നന്നായി നോക്കാം. എങ്ങനെ എഴുതാ? 1 2 is 2, ഒരു പ്രാവശ്യം 2 പറഞ്ഞാൽ 2. പിന്നെ 2 2s are 4, രണ്ട് പ്രാവശ്യം 2 പറഞ്ഞാൽ 4. 3 2s are 6, മൂന്ന് പ്രാവശ്യം വന്നാൽ 6. 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പൊ നാളേക്ക് ഇത് നമുക്ക് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ താങ്ക് യു.